നമസ്തേ. കുട്ടിയായിരുന്ന കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ളത് എൻ്റെ മുത്തശ്ശനോടൊപ്പമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവിൻ്റെ പിതാവ്, ഗ്രാൻഡ് ഫാദർ. അദ്ദേഹത്തിനോടൊപ്പം ഒരുപാട് സമയം പ്രകൃതിയിൽ ചെലവഴിക്കുമായിരുന്നു. ആ സമയങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ഞങ്ങളുടെ കൃഷിസ്ഥലത്തിൻ്റെ അല്പം മാറിയുണ്ടായിരുന്ന ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തുണ്ടായിരുന്ന ചെറിയൊരു ഓല കൊണ്ട് മേഞ്ഞതായിട്ടുള്ള ചെറിയൊരു കൂടാരം, ഒരു ഷെഡ്, അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പോയിരിക്കുമായിരുന്നു. അവിടെ നിന്ന് ഒരുപാട് കഥകൾ പറയുമായിരുന്നു. ഒരു മീൻകുളവും അതിനുള്ളിൽ ഒരുപാട് മീനുകളും ആമ്പൽ അല്ലെങ്കിൽ താമരയൊക്കെ നിറഞ്ഞതായിട്ടുള്ള കുളങ്ങള്, ജലാശയങ്ങളൊക്കെ അദ്ദേഹം എപ്പോഴും ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം മണ്ണിലൂടെയും പ്രകൃതിയിലൂടെയും ഒക്കെ ഒരുപാട് നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് പക്ഷികളുടെ സംഗീതത്തിനെ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുക, മഴയുടെ സംഗീതം എങ്ങനെയാണ് കേൾക്കേണ്ടത് എന്നുള്ളത് അദ്ദേഹം പഠിപ്പിച്ചു തന്നു. അതുപോലെ തന്നെ ഇല്ലിമുളങ്കാട് എന്ന് പറഞ്ഞുകൊണ്ട് പറമ്പിന് അല്പം ദൂരെയായിട്ടുള്ള ഈ മുളകൾ നിറഞ്ഞതായിട്ടുള്ള ഒരു സ്ഥലത്ത് എന്നുകൊണ്ട് കാറ്റ് വരുന്ന സമയത്ത് ഈ മുളയുടെ തണ്ടുകൾ പരസ്പരം കൂട്ടി ഉരസുന്ന സമയത്തുണ്ടാകുന്ന ആ ഒരു ഗാനം, ഇല്ലിമുളങ്കാട്ടിലെ പാട്ട് കേൾക്കാനും അദ്ദേഹം പഠിപ്പിച്ചു. പ്രകൃതിയുടെ സൗന്ദര്യത്തിനെ ആസ്വദിക്കാനായിട്ട് അദ്ദേഹം പഠിപ്പിച്ചു. ഒരുപാട് മലനിരകളുടെ മുകളിൽ ഞങ്ങൾ സഞ്ചരിച്ചിരുന്നു. പറമ്പിലൂടെയും അല്ലെങ്കിൽ കാടുകളിലൂടെയും ഒരുപാട് നടന്നിട്ടുണ്ടായിരുന്നു. ഫോറസ്റ്റിനുള്ളിൽ കൂടി പലതവണ ഞങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്, കാൽനടയായിട്ട് തന്നെ. അങ്ങനെ മണ്ണിനെയും പ്രകൃതിയെയും അറിയാനുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടി എന്നുള്ളതാണ്. ഞാൻ ആദ്യമായിട്ട് ഫോറസ്റ്റിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന വ്യത്യസ്തമായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കാത്തതാണ്. നമ്മൾ നിബിഡമായ വനത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് അതുവരെ നിശബ്ദരായിരുന്ന ചില പക്ഷികൾ ശബ്ദം വെക്കുന്നു. വളരെ തിക്കായിട്ടുള്ള ഇലകൾ നിറഞ്ഞതായിട്ടുള്ള മരങ്ങൾക്കിടയിലൂടെ നോക്കുന്ന സമയത്ത് സൂര്യന്റെ വെളിച്ചം അരിച്ചിറങ്ങുന്നതും ആ കരിയിലകൾ നിലത്ത് വീണ് കിടക്കുന്ന സമയത്ത് നമ്മൾ നടന്നകലുന്ന സമയത്ത് നമ്മുടെ കാലിൽ സ്പർശിക്കുന്ന സ്ഥലങ്ങളിൽ ആ ഇലകൾ മാറി കറുത്ത മണ്ണ് ദൃശ്യമാകുന്നതൊക്കെ നമ്മുടെ കൃഷിസ്ഥലത്ത് നിന്ന് എത്രയോ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു മണ്ണാണ് എന്നൊക്കെ അന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. വനത്തിന്റെ കൂടുതൽ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് അതിലെ ഒഴുകിക്കൊണ്ടിരുന്ന പുഴയും ആ പുഴയിൽ നിന്നുള്ള അത്രയും ശുദ്ധമായിട്ടുള്ള ജലത്തിലേക്ക് ഇറങ്ങുന്ന സമയത്തുണ്ടാകുന്ന ആ തണുപ്പ്, ആ അനുഭവം, ഞങ്ങൾ അവിടെ നിന്ന് വെള്ളം കോരി കുടിക്കുന്ന സമയത്തുണ്ടായ അനുഭവങ്ങൾ, അതിന്റെ കരയിലുണ്ടായിരുന്ന കാട്ടുമാവിൽ നിന്ന് വീഴുന്നതായിട്ടുള്ള ചെറിയ മാമ്പഴങ്ങൾ, അത് കടിച്ചു തിന്നുമ്പോഴായിട്ടുള്ള അതിന്റെ തീക്കനൽ പോലെയുള്ള ഉള്ളിലെ നിറവും അതിന് സമാനമായിട്ടുള്ള അതിന്റെ മധുരവും ഒക്കെ എപ്പോഴും ഞാനതൊരു നൊസ്റ്റാൾജിയായിട്ട് അല്ലെങ്കിൽ ഒരു നഷ്ടബോധത്തോടു കൂടിയോ അല്ലെങ്കിൽ ചില സമയത്ത് ആ വനങ്ങളിലേക്ക് എൻ്റെ മനസ്സിനെ അല്ലെങ്കിൽ ആത്മാവിനെ അയച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആസ്വാദനം കണ്ടെത്താറുണ്ട്. വലിയ കുന്നിന്റെ മുകളിൽ രാത്രിയിൽ ഉണർന്ന് പുലർച്ചെ 3 മണിക്കൊക്കെ മുൻപുള്ള സമയം, 12 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള സമയം, പണ്ട് വലിയ ഒരു ഉൽക്കവർഷം ഉണ്ടായ സമയത്ത് എന്നെ കൂട്ടിക്കൊണ്ട് വീടിന് അടുത്തുണ്ടായിരുന്ന വലിയ കുന്നിലേക്ക് അത്യാവശ്യം ദൂരം നടന്നതിന് ശേഷം എത്തുകയും ഞങ്ങളത് നിരീക്ഷിച്ചു നിന്നത് ഞാൻ ഓർക്കുകയാണ്. ഒരുപാട് നേരം നിന്ന് നിരാശയോടുകൂടി മടങ്ങാനായിട്ട് ശ്രമിക്കുന്ന സമയത്താണ് ആകാശത്തിലൂടെ ഞാൻ ആദ്യമായിട്ടൊരു ഉൽക്ക സഞ്ചരിക്കുന്നത് കണ്ടത്. അങ്ങനെ അദ്ദേഹം എപ്പോഴും ഞങ്ങളോട് പറയുമായിരുന്നു, ഈ പ്രപഞ്ചത്തിന് അതിരുകളില്ല, ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്, സൂര്യനെ പോലെയുള്ള ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്, ഈ നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഗ്രഹങ്ങളുണ്ട്, അതിൽ ചില ഗ്രഹങ്ങൾ വാസയോഗ്യമായിരിക്കും, അവിടെ അന്യഗ്രഹ ജീവികൾ ഉണ്ടായിരിക്കും, പറക്കും തളികകൾ ഉണ്ടായിരിക്കും. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ വസിക്കുന്നതായിട്ടുള്ള പ്രാണൻ എന്ന് പറയുന്നത് ദൈവികമായിട്ടുള്ള ശക്തിയാണ്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ കുണ്ഡലിനി ശക്തി എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുമായിരുന്നു. എന്തെങ്കിലും രീതിയിലുള്ള സ്പിരിച്വൽ പ്രാക്ടീസസിലൂടെ അദ്ദേഹം തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയോ അനുഗ്രഹിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും അദ്ദേഹം ഞങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് കാട്ടിലൂടെയും വനത്തിലൂടെയും പറമ്പിലൂടെയും നടക്കുകയും കഥകൾ പറയുകയും ചെയ്യുന്നതായിട്ടുള്ള അനുഭവങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫലവർഗ്ഗങ്ങൾ ഭക്ഷിച്ചുകൊണ്ടും അത്തരത്തിലുള്ള കാറ്റിന്റെ തണുപ്പേറ്റുകൊണ്ടും സഞ്ചരിക്കുന്ന വേളകളിൽ അദ്ദേഹം ഞങ്ങളെ സാങ്കേതിക വിദ്യകളോട് പരിചയപ്പെടാനും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കാലത്തുണ്ടായിരുന്നത് റേഡിയോ ആയിരുന്നു. റേഡിയോയിലൂടെ പാട്ട് കേൾക്കുകയും അല്ലെങ്കിൽ പല സ്റ്റേഷനുകൾ, പല ബാൻഡുകൾ മാറ്റിയിട്ട് എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുമായിരുന്നു. അതിനോടൊപ്പം തന്നെ പറക്കുന്ന കാറുകളെ കുറിച്ചും ഭാവിയിൽ വരാനിരിക്കുന്നതായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചും അദ്ദേഹം സംസാരിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ നല്ലൊരു പ്രായത്തിൽ അദ്ദേഹം കേരളത്തിൽ നിന്ന് ഒരു സാധാരണ രീതിയിൽ പണമൊന്നും സമാഹരിക്കാതെ തന്നെ ഭാരതം മുഴുവനായിട്ട് ഒരു സാധാരണ മനുഷ്യനെ പോലെ ചുറ്റി നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷമാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവർത്തികളിലേക്ക് ഏർപ്പെട്ടിരുന്നത്. നല്ലൊരു കർഷകനായിക്കൊണ്ടായിരുന്നു അദ്ദേഹം നാട്ടിൽ ജീവിച്ചിരുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ തലയിൽ അദ്ദേഹത്തിന്റെ ഉന്നതമായിട്ടുള്ള ചിന്തകൾ സാധാരണക്കാരന് ഗ്രഹിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളത് പിൽക്കാലത്ത് എനിക്ക് മനസ്സിലാകുകയുണ്ടായി.
ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹമാണ് ഈ പ്രപഞ്ചത്തിന് അതിർവരമ്പുകൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ബോധത്തിന് വികാസം നൽകിയത്, അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്സിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സഹായിച്ചത് എന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. ഞാൻ ഏതെങ്കിലും ഒരു ഉന്നതമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് സംസാരിക്കുകയാണ് എന്നല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് മനുഷ്യന്റെ മനസ്സിന്റെ അത്തരത്തിലുള്ള സങ്കീർണമായിട്ടുള്ള അവസ്ഥകൾ, പ്രകൃതിയുടെയും പ്രപഞ്ചത്തിന്റെയും രഹസ്യങ്ങളെയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെയുള്ള വാതിൽ തുറന്നിടുന്നതായിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് ലഭിക്കുന്ന സമയത്ത് ഒരു മനുഷ്യ ജന്മത്തിലെ തന്നെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായിട്ടുള്ള നേട്ടങ്ങളിൽ ഒന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹത്തിലൂടെ ഞാൻ അനന്തതയെ മനസ്സിലാക്കി എന്നുള്ളതാണ്. അദ്ദേഹം പലപ്പോഴും എന്നോട് ചോദിക്കുമായിരുന്നു, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് വേർപെട്ടു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്നെ നിങ്ങളൊക്കെ ഓർക്കുമോ എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും പിന്നീട് എനിക്ക് ഇപ്പോൾ പറയാനായിട്ട് സാധിക്കും, അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കാത്തതായിട്ടുള്ള ഒരു ദിവസം പോലും ഇല്ല എന്നുള്ളത്. കാരണം അത്രയധികം സ്വാധീനമാണ് അദ്ദേഹം കുട്ടിക്കാലത്തുണ്ടായിരുന്ന ആ ഒരു അവസ്ഥയിൽ ഞങ്ങളിൽ ചെലുത്തിയിട്ടുള്ളത് എന്ന് പറയാനായിട്ട് സാധിക്കും. സാഹിത്യത്തിന്റെ വിത്തുകളും അതുപോലെ തന്നെ പല രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ വായിക്കണം, ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, സിനിമകളെ പരിചയപ്പെടുത്തി, അങ്ങനെ ഒരുപാട് മേഖലകളിലൂടെ ബോധത്തിന്റെ വികാസത്തിന് സഹായിച്ചു എന്നുള്ളതാണ്. ആ കാലത്ത് അദ്ദേഹം പ്രാണ എനർജിയെ കുറിച്ച് പറയുന്ന സമയത്തും കുണ്ഡലിനി ശക്തിയെ കുറിച്ച് പറയുന്ന സമയത്തും എനിക്ക് ആഴത്തിൽ അത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അതിനെ അത്ര പ്രാധാന്യത്തോടെ കണ്ടിരുന്നില്ല. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം അധ്യാപനത്തിന്റെ കോഴ്സ് അഥവാ BEd ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സഹോദരിയിലൂടെ ഒരു വൈദികനായിരുന്ന അവളുടെ ഒരു ഗുരുനാഥൻ പ്രാണ എനർജിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അത് സഹോദരി എന്നോട് പറയുകയും ഉണ്ടായി. ആ ഒരു അവസ്ഥയിൽ ഞാൻ ആദ്യമായിട്ട് കൈകൾക്കിടയിൽ ഈ പ്രാണിക്കൂർജം എങ്ങനെ നമുക്ക് സെൻസ് ചെയ്യാനായിട്ട് സാധിക്കും, അദ്ദേഹം പറഞ്ഞു കൊടുത്തതുപോലെ ഞാൻ കൈകൾ അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് ശ്രദ്ധിച്ചു നോക്കി. ആ ഒരു അവസരത്തിൽ ആദ്യമായിട്ട് കൈകൾക്കുള്ളിൽ ചെറിയൊരു ചൂടായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഞാൻ അതിനെ വീണ്ടും വീണ്ടും എൻ്റെ ഇന്റൻഷൻ ഉപയോഗിച്ചുകൊണ്ട് ശക്തിപ്പെടുത്തി കൂടുതൽ ഞാൻ സെൻസിറ്റീവ് ആകുകയായിരുന്നു ചെയ്തത്. അങ്ങനെ കൂടുതൽ സെൻസിറ്റീവ് ആകുന്ന സമയത്ത് നമുക്ക് ഈ കൈകളുടെ ഉള്ളിൽ ഫീൽ ചെയ്തിരുന്നതായിട്ടുള്ള ഈ ചൂടെന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള വികർഷണമായിട്ട് മാറി എന്നുള്ളതാണ്. ഇത് ഏതെങ്കിലും ഒരു ചെറിയ സമയത്ത് നടക്കുന്ന കാര്യമല്ല. പല ദിവസങ്ങളിൽ ഇതിൽ ഫാസിനേറ്റഡ് ആയിട്ട് ഇതിനെക്കുറിച്ച് വായിക്കുകയും അന്വേഷിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെ ആകുന്ന സമയത്ത് മനസ്സിലാക്കുകയാണ് ഈ ഒരു ഊർജം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റിനുള്ളതായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇത് നമ്മുടെ കൈകളെ ചലിപ്പിക്കാനായിട്ട് ക്യാപ്പബിൾ ആണ് എന്നുള്ളത്. മുൻപുള്ള വീഡിയോയിൽ ഇതിനെ എങ്ങനെയാണ് സെൻസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പിന്നീട് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഊർജത്തിനെ സെൻസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഊർജം നമ്മുടെ ശരീരത്തിന് ചുറ്റിനും നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതായിരുന്നു. ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും വായിക്കുകയും ചെയ്ത സമയത്ത് ഇത് പ്രാണിക് ഊർജമാണ് നമ്മൾ സെൻസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇത് പ്രപഞ്ചത്തിൽ എല്ലായിടത്തുമുള്ള കോസ്മിക് എനർജിയാണ് എന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. ആ സമയത്ത് പണ്ട് മുത്തശ്ശൻ പറഞ്ഞതായിട്ടുള്ള പ്രാണ എന്ന വാക്കും കുണ്ഡലിനി ശക്തി എന്നുള്ള വാക്കുകളൊക്കെ മനസ്സിലാകാനായിട്ട് തുടങ്ങി. അങ്ങനെ ഈ ഊർജത്തിനെ നമ്മൾ ശരീരത്തിന്റെ ചുറ്റിനും അനുഭവിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അതിനെ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. ഒരുപാട് നേരം നമ്മൾ ഈ ഊർജത്തിനെ ഫീൽ ചെയ്യുകയും അതിൽ തന്നെ നോക്കുകയും ആ ഒരു ശൂന്യതയിലേക്ക് നോക്കുകയും കണ്ണുകൾ അടയ്ക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഓറ കൈക്ക് ചുറ്റിനും അല്ലെങ്കിൽ ഈ ഒരു എനർജി ബോൾ എന്ന് പറയുന്നതിനെ ഫീൽ ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. പിന്നീട് ഇതൊരു ദൈനംദിന പ്രവൃത്തിയായിട്ട് മാറി. അറിയുന്ന പല ആളുകൾക്കും ഇത് പറഞ്ഞു കൊടുക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഓറ എന്ന് പറയുന്ന സംഗതി നമ്മളുടെ ശരീരത്തിന് ചുറ്റുമുണ്ട് എന്നുള്ള ഒരു ആത്മീയ അനുഭവം അല്ലെങ്കിൽ ഒരു തിരിച്ചറിവിലേക്ക് വരികയാണ്. അങ്ങനെ തിരിച്ചറിഞ്ഞതിന് ശേഷം മുറിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ഡിം ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിന്റെ മുന്നിൽ കണ്ണാടിയുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് ഒരുപാട് നേരം നമ്മുടെ നെറ്റിയിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു കൊണ്ട് നമ്മുടെ മനസ്സിനെയും കണ്ണിനെയും ഒരു അബോധതലത്തിലെ കാഴ്ചകൾ കാണുന്നതിലേക്ക് പതിയെ പതിയെ പരിണമിപ്പിച്ചുകൊണ്ട് കണ്ണുകൾ അടയ്ക്കുന്ന സമയത്ത് ശരീരത്തിന് ചുറ്റും മിന്നി നിൽക്കുന്ന വിളങ്ങി നിൽക്കുന്നതായിട്ടുള്ള ആ ഒരു വെളിച്ചത്തിനെ കണ്ണുകൾ അടച്ചും തുറന്നും കാണുവാനായിട്ടുള്ള ഒരു ക്യാപ്പബിലിറ്റിയിലേക്ക് വന്നു എന്നുള്ളതാണ്. ഈ സമയത്തേക്ക് ഞാൻ എൻ്റെ BEd കോഴ്സ് കഴിയുന്ന ഒരു സമയമാണ്. ഞാൻ ചെറിയൊരു സ്ഥാപനത്തിൽ ഒരു അധ്യാപന ജോലിയിലേക്ക് പ്രവേശിച്ച ഒരു സമയവുമായിരുന്നു. അതിനു മുൻപ് കിട്ടിയ ഇടവേളകളിൽ
ഞാൻ ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്തു. ഈ ടീച്ചിങ് ജോബിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചതായിട്ടുള്ള കുറച്ച് മനഃശാസ്ത്രം മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ആത്മീയതയിൽ ഞാൻ സ്വയം കൂടുതൽ ഗവേഷണത്തിലേക്ക് മുഴുകുകയും ചെയ്തു. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ധ്യാനത്തിലേക്ക് നീങ്ങി എന്നുള്ളതാണ്. ധ്യാനം പ്രാക്ടീസ് ചെയ്തു, പ്രാണായാമ പ്രാക്ടീസ് ചെയ്തു. ഇതൊക്കെ കൂടുതൽ കോൺഷ്യസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഈ എനർജിയെ സെൻസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കരങ്ങൾ ഒരു ക്രിയയോഗയിലേക്ക് പോവുകയായിരുന്നു, അല്ലെങ്കിൽ യോഗിക് ലൈക്ക് പോസ്ചറുകളിലേക്ക് പോവുകയായിരുന്നു. ഇങ്ങനെ ഞാൻ മനസ്സിലാക്കി ഈ പറയുന്ന പ്രാണ ഊർജവും ഓറയും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഇത് രണ്ടും ഒന്നാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഒരു പരിധി വരെ. ഓറ അതിന്റെ സംശുദ്ധമായിരിക്കുന്ന അവസ്ഥയിൽ നമുക്കതിനെ പ്രാണിക് ഊർജം എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ഓറയിൽ ചില സമയത്ത് നെഗറ്റീവായിട്ടുള്ള അവസ്ഥ വരും എന്ന് പറയാറുണ്ട്. നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആബ്സെൻസ് ആണ്, പോസിറ്റീവായിട്ടുള്ള ഊർജത്തിന്റെ അല്ലെങ്കിൽ എനർജിയുടെ ആബ്സെൻസ്. ഇവിടെ ഊർജം എനർജി എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ഫിസിക്കൽ കൺസെപ്റ്റ് വെച്ച് ചിന്തിക്കരുത്, അതിനപ്പുറത്തേക്ക് സ്പിരിച്വൽ എനർജി എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ കുണ്ടലിനി ശക്തി എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചും ചക്രാ സിസ്റ്റത്തിനെ കുറിച്ചും അറിവ് ലഭിക്കുകയാണ്. ചക്രാ സിസ്റ്റം നമ്മുടെ ശരീരത്തിലുണ്ട് എന്നും 7 ചക്രങ്ങൾ ചേർന്നാണ് ഈ ഓറയെ രൂപപ്പെടുത്തുന്നത് എന്നുള്ളതും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇതിനെക്കുറിച്ചൊക്കെ മുൻപുള്ള വീഡിയോകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ 7 ചക്രങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള ഓറ എന്ന് പറയുന്ന സംഗതി, ചക്രങ്ങളൊക്കെ ബാലൻസ്ഡ് ആകുന്ന സമയത്ത്, അത് ആക്ടിവേഷൻ ചെയ്യാനുള്ള പവർ ലഭിക്കുന്ന സമയത്ത് നമുക്ക് കുണ്ടലിനി അവൈക്കനിങ് ആൻഡ് അറൈസിങ് സാധ്യമാകും എന്ന് മനസ്സിലാക്കുകയാണ്. ഇങ്ങനെ ആയിരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് മറ്റുള്ള ആളുകൾ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് അവരുടെ ചുറ്റിനുമുള്ള പ്രഭാവലയത്തിനെ നിരീക്ഷിക്കുവാനായിട്ട് സാധിച്ചിരുന്നു. അതുപോലെ തന്നെ അതിശക്തമായിട്ടുള്ള ഇൻഡ്യൂഷൻ പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങി. ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ അയാളുടെ നെഗറ്റീവ് പോസിറ്റീവുകൾ നമ്മുടെ അബോധ മനസ്സിലേക്ക് രേഖപ്പെടുത്തുന്നത് പോലുള്ള ഒരു അനുഭവം ഉണ്ടായി. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ശാസ്ത്രീയമായിട്ട് ഇതിനെ എങ്ങനെ സമീപിക്കാം എന്നുള്ള ചിന്തയുടെ ഫലമായിട്ടും മനഃശാസ്ത്രത്തിന്റെ സാധ്യതകളുമാണ് മനഃശാസ്ത്രം പഠിക്കുക എന്നതിലേക്ക് എന്നെ പ്രേരിപ്പിച്ചത്. അങ്ങനെ ഈ അധ്യാപന ജോലി രാജിവെച്ചുകൊണ്ട് മനഃശാസ്ത്രം പഠിക്കുവാനായിട്ട് നീങ്ങുകയായിരുന്നു. അങ്ങനെ മനഃശാസ്ത്ര കോഴ്സിലേക്ക് പ്രവേശിച്ച സമയത്ത് ഞാൻ മനസ്സിലാക്കി 100% ശാസ്ത്രീയമായിട്ട് തെളിയിച്ച കാര്യങ്ങൾ മാത്രമാണ് മനഃശാസ്ത്രത്തിൽ പഠിപ്പിക്കുന്നത്. പിന്നീട് ഒരു ജോലി കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകതയുടെ ഭാഗമായിട്ട് മനഃശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് മോട്ടിവേഷൻ ട്രെയിനിങ്ങിലേക്ക് ഇറങ്ങി. മോട്ടിവേഷൻ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ ട്രെയിനിങ് ആയിരുന്നില്ല ഞങ്ങൾ ചെയ്തത്. അതിൽ ഗൈഡഡ് ഇമേജറി, അതുപോലെ തന്നെ കുറച്ച് സ്പിരിച്വൽ ആസ്പെക്ട്സിനെയും കൂടെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് തള്ളിക്കളയാനാകാത്ത ശാസ്ത്രീയമായിട്ട് തെളിയിച്ചതായിട്ടുള്ള മെഡിറ്റേഷൻ പോലുള്ള സ്പിരിച്വൽ പ്രാക്ടീസസിനെയും ഗൈഡഡ് ഇമേജറി പോലുള്ള കാര്യങ്ങൾ, വിഷ്വലൈസേഷൻ പോലുള്ള കാര്യങ്ങൾ, അഫർമേഷൻസ്, സജഷൻസ്, ഓട്ടോ സജഷൻസ്, ഇതിനെയൊക്കെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രെയിനിങ് മെത്തേഡായിരുന്നു ഞങ്ങൾ അന്ന് ചെയ്തിരുന്നത്. എന്നോടൊപ്പം എൻ്റെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. പിന്നീട് ഈ സുഹൃത്തുക്കൾക്കൊക്കെ പല വഴികളിലേക്ക് മാറേണ്ടതായിട്ട് വന്നു. മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർച്ചയിലേക്കുള്ള മാറ്റം. അങ്ങനെയായിരിക്കും മനഃശാസ്ത്രത്തിന്റെ കോഴ്സ് കഴിയുകയും 2 വർഷത്തെ ബിരുദാനന്തര ബിരുദം വിജയകരമായിട്ട് പൂർത്തിയാക്കിയെങ്കിലും പിന്നീട് ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങേണ്ടതായിട്ട് വന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെയുള്ള ടച്ച് വളരെ കുറഞ്ഞു വന്നു. പിന്നീട് ജോലിയിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ട് വന്നു മനഃശാസ്ത്ര അധ്യാപകനായിട്ട്. ആത്മീയതയുമായിട്ടുള്ള ടച്ച് കുറഞ്ഞു വന്ന ഈ ഒരു ഗ്യാപ്പിനുള്ളിൽ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറയുന്ന അവസ്ഥയിലൂടെ 2 to 3 years കടന്നുപോയതിനു ശേഷമാണ് പിന്നീട് റീസ്ട്രക്ചേർഡ് ആയിട്ട് ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് എൻറ്റർ ചെയ്തത്. അങ്ങനെ വരുന്ന സമയത്ത് എന്നോട് ചില ആൾക്കാർ ചോദിച്ചിരുന്നു, നിങ്ങളെ കുറെ വർഷങ്ങളായിട്ട് കണ്ടിരുന്നില്ല, ഇപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ വീണ്ടും വന്ന് സംസാരിക്കുന്നു എന്നുള്ളത്. ഇത് തന്നെയായിരുന്നു അതിനുള്ള കാരണം. 2-3 വർഷങ്ങളോളം ഒരു നിരീശ്വരവാദിയുടെ മൈൻഡ് സെറ്റോടുകൂടി ജീവിച്ചിരുന്നെങ്കിലും എല്ലാ അവസ്ഥകളിലും ആത്മീയത എന്ന് പറയുന്ന സംഗതി വീണ്ടും കടന്നു വരുന്നത് കാണുവാനായിട്ട് സാധിച്ചു. ചില ആളുകൾ പറയുന്നത് കേട്ടു, ബുദ്ധി കുറഞ്ഞ ആൾക്കാരാണ് അമിതമായിട്ട് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ മതത്തിൽ വിശ്വസിക്കുന്നത് എന്നൊക്കെ. പക്ഷെ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ശാസ്ത്രീയമായിട്ട് ഒന്ന് വിശകലനം ചെയ്യുന്ന സമയത്ത്, ബോധമണ്ഡല വികാസം കൂടുന്ന സമയത്ത് നമുക്ക് കാണപ്പെടാത്ത കാര്യങ്ങൾ ഇല്ല എന്നുള്ള ആ ഒരു അവസ്ഥയിൽ വിശ്വസിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാണപ്പെടാത്തതിനെ നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് മനസ്സിലായി എന്നുള്ളതാണ്. അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഓറയെക്കുറിച്ചും കുണ്ടലിനി ശക്തിയെക്കുറിച്ചും പ്രാണിക് കുറിച്ചും ഒക്കെയുള്ള ആ അറിവുകൾ ജീവിതത്തിൽ പല രീതിയിൽ പ്രവർത്തിക്കുന്നത് കാണുവാനായിട്ട് ഇടയായി എന്നുള്ളതാണ്. എങ്ങനെയാണ് ദൈവിക ശക്തി അല്ലെങ്കിൽ ആത്മീയ ചൈതന്യം നമ്മൾ പോലും അറിയാതെ നമ്മൾ ഏറ്റവും മോശമായിട്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മളിലൂടെ പ്രവർത്തിക്കുക എന്നുള്ള തിരിച്ചറിവ് പിന്നീട് വീണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ എത്തിച്ചു എന്നുള്ളതാണ്. പണ്ട് BEd പഠിക്കുന്ന സമയത്ത് ഒരു അധ്യാപകൻ പറഞ്ഞു, നിനക്ക് കല ഇഷ്ടമാണെങ്കിൽ കല നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ളത്. ഒരുവൻ ഇഷ്ടപ്പെടുന്നത് എന്തോ അത് അവന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ളത്. ദൈവികമായിട്ടുള്ള
ഇത്തരത്തിലുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള അറിവുകൾ വീണ്ടും മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കും ആത്മവിശ്വാസത്തിന്റെ ഒരു അവസ്ഥയിലേക്കും പിന്നീട് ഇത് എത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും ഒരു മതത്തിനെ ചുവട് പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എന്റേതായിട്ടുള്ള തത്വശാസ്ത്രങ്ങൾ മറ്റുള്ളവർ അതേപടി വിശ്വസിക്കണം എന്നുള്ള വ്യഗ്രതയോ കൂടാതെ ശാന്തമായിട്ടുള്ള രീതിയിൽ ഈ കൺസെപ്റ്റുകൾ മുന്നിലേക്ക് പറഞ്ഞു വെക്കാനായിട്ട് സാധിക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് ഇത് ഉപകാരപ്പെടുന്നു എന്ന് കാണുന്ന സമയത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ അരക്കോടിയിലധികം ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ള ഈ ഒരു അവസരത്തിൽ ഇത്തരത്തിലൊരു റീക്യാപ്പ് ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഇത് പറയുന്നത്. ചില വ്യക്തികളുടെ ആത്മീയ അനുഭവങ്ങളൊക്കെ വളരെ ചുരുക്കി സംസാരിക്കണം എന്നുള്ള ചില റിക്വസ്റ്റുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ വളരെ ചുരുക്കത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വീണ്ടും ഓറ കാണുക എന്നുള്ള ആ ഒരു സങ്കല്പം, നമ്മുടെ ഓറയെ നിരീക്ഷിക്കുക എന്നുള്ള ആ ഒരു സങ്കല്പം ഒരുപാട് ധ്യാനിച്ചിട്ടുണ്ടായിരുന്നു ഈ കാലയളവുകളിലൊക്കെ. പിന്നീട് എന്താണെന്നറിയില്ല, ധ്യാനത്തിന്റെ സമയം കുറഞ്ഞു എന്നുള്ളതാണ്. ഓറ പോലുള്ള കാര്യങ്ങളിലുള്ള ഫാസിനേഷൻ മാറി എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഉന്നതമായിട്ടുള്ള തത്വശാസ്ത്രങ്ങളും ആത്മീയമായിട്ടുള്ള അവസ്ഥകളിലേക്കും ഉയരുന്ന സമയത്ത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ദ എനർജി ഈസ് റൈസിങ് ഓർ ദ ഷിഫ്റ്റ് ഈസ് ഹാപ്പനിങ് എന്നുള്ളത്. താഴെയുള്ള ചക്രങ്ങളിൽ നിന്ന്, നമ്മൾ മൂലാധാര ചക്രത്തിൽ നിന്ന് കാര്യങ്ങൾ ആസ്വദിച്ച് മനസ്സിലാക്കിയ സമയത്ത് പിന്നീട് കർമ്മത്തിലൂടെ, കർമ്മമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റുള്ള ആളുകൾക്ക് ഈ കാര്യം പറഞ്ഞു കൊടുക്കുക എന്നത് തന്നെയാണ്. ആ കർമ്മത്തിലൂടെ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ജ്ഞാനോദയം കിട്ടിയ ഒരാളാണെന്നോ അല്ലെങ്കിൽ ഞാൻ തന്നെ ക്ലെയിം ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും അത് പറയേണ്ടത് ഞാനല്ല എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ സംസാരിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ഉപകാരത്തിൽ വരണമെന്നുള്ള ഒരു ചിന്തയും കൂടി ഉണ്ടായതുകൊണ്ട് സൈക്കോളജിക്കലും അതുപോലെ തന്നെ സ്പിരിച്വലും തത്വശാസ്ത്രപരവുമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ ആളുകൾക്ക് ഇതൊക്കെ ഉപകാരമാണ് എന്നറിയാം. എന്നിരുന്നാലും അതിനോടൊപ്പം തന്നെ ഭൗതികമായിട്ടുള്ള ജീവിതം മെച്ചപ്പെടുത്തുവാനായിട്ടുള്ള ധനാഗമ മാർഗങ്ങളെ കുറിച്ച് സംസാരിക്കണം എന്നുള്ള ചിന്തയോടുകൂടി പുതിയതായിട്ട് ചില സംരംഭങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ഓറ ദർശിച്ച സമയത്ത് തന്നെ ചില വ്യക്തികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് വലിയ രീതിയിലുള്ള എക്സ്പോഷർ പോലും ഇല്ലാത്ത ആളുകൾ, നിങ്ങളുടെ ചുറ്റിനും എനിക്ക് മഴവില്ലിന്റെ നിറത്തിൽ ഓറ കാണാനായിട്ട് സാധിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ തന്നെ എന്റെ രൂപത്തിന് ചുറ്റും തിരിച്ചറിഞ്ഞിരുന്ന ഒരു അവസ്ഥയായിരുന്നല്ലോ അത് എന്നുള്ള കാര്യം അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ്. ഇത് ക്ലെയിം അല്ല, ജീവിതത്തിൽ നടന്നതായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് പറയുകയാണ്. ഈ അനുഭവങ്ങൾ എന്നെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്, എൻ്റെ അനുഭവങ്ങളാണ്. ഇതിൽ യാതൊരുവിധ കലർപ്പുകളും കൂട്ടിച്ചേർത്തിട്ടില്ല. അനുഭവങ്ങൾ ജനറലൈസ് ചെയ്തുകൊണ്ട് ശാസ്ത്രീയമാണെന്ന് പറയാനുള്ള ബുദ്ധിയുറവൊന്നും ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അനുഭവങ്ങൾ ശാസ്ത്രത്തിനപ്പുറമാണ് എന്നത് മനസ്സിലാക്കാനുള്ള ഹൃദയവിശാലതയും എക്സ്പാൻഡഡ് കോൺഷ്യസ്നെസ്സുമാണ് ഞാൻ സ്വായത്തമാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മളെല്ലാം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യം. ആ ഒരു ബോധമണ്ഡലത്തിനെ വീണ്ടും വീണ്ടും വികസിപ്പിച്ചുകൊണ്ട് സാർവത്രികമായിട്ടുള്ള സ്നേഹത്തിലൂടെയും പിന്നീട് നമ്മുടെ ഓരോ ചക്രങ്ങളുടെ കൃത്യമായിട്ടുള്ള യൂട്ടിലൈസേഷൻസ് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിനെ അർത്ഥപൂർണമാക്കി മാറ്റുകയും ചെയ്യണം എന്നുള്ളതാണ്. ആസ് എ ടീച്ചർ ഓർ ഗുരു നമുക്ക് പറയാനായിട്ട് സാധിക്കും, നമ്മുടെ വിശുദ്ധ ചക്രം കൃത്യമായിട്ട് വിനിയോഗിക്കാതിരുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓരോ ചക്രങ്ങളിലെയും എനർജി നമ്മുടെ ഓരോ കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ സ്നേഹിക്കാനുള്ള ഊർജം അനാഹത ചക്രത്തിലൂടെ പ്രവഹിക്കുന്ന സമയത്ത് അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ടീച്ച് ചെയ്യാനുള്ള ഊർജം പ്രവഹിക്കുന്ന സമയത്ത് അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാര്യങ്ങളെ ഫോർസീ ചെയ്യേണ്ടതായിട്ടുള്ള ഊർജം പ്രവഹിക്കുന്ന സമയത്ത് അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഓരോ ചക്രങ്ങളുടെയും അവസ്ഥകൾ എങ്ങനെയാണ്, നമ്മുടെ ജീവിതത്തിന് ഇത് എങ്ങനെയാണ് ആവശ്യമായിട്ടുള്ളത്, നമ്മുടെ ഓറയുടെ അവസ്ഥ എന്താണ്, എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, നമ്മുടെ ഈ അസ്ട്രൽ ശരീരം അല്ലെങ്കിൽ ഈ ഒരു എനർജി ബോഡിയിൽ കൂടെയാണ് തീർച്ചയായിട്ടും ദൈവം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രപഞ്ചം നമുക്ക് വേണ്ടതായിട്ടുള്ള ഡയറക്ഷൻസ് തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചില ആളുകളുണ്ട് എന്റെ സമയം വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, പെർഫെക്റ്റ് മൊമെന്റിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് സാധിക്കാത്തത്? അവർ പറയുകയാണ് ദൈവത്തിന്റെ സമയത്ത് നടക്കട്ടെ എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇത് സാധിക്കാത്തത്? ദൈവം പ്രീ പ്രോഗ്രാമഡ് ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതും അവരുടെ ജീവിത സാഹചര്യം അങ്ങനെ ആയിട്ട് മാറുന്നതും. ഓരോ ജന്മത്തിനും ഓരോ വിളിയുണ്ട്, ഓരോ വിളികൾക്കും ഓരോ കർമ്മമുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ആത്മാവിന് ആ കർമ്മം അറിയാമെന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതായിട്ടുള്ള ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് കർമ്മത്തിലൂടെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ചെയ്യേണ്ടതായിട്ടുള്ള, സമൂഹത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ള ആക്ഷൻ തന്നെയാണ്, സേവ തന്നെയാണ്, സേവനം തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.
മാനവ സേവ മാധവ സേവ എന്ന് പറയുന്നത് പോലെ തന്നെ മനുഷ്യന് കൊടുക്കുന്നതായിട്ടുള്ള സേവനം എന്ന് പറയുന്നത് ദൈവത്തിന് കൊടുക്കുന്നതായിട്ടുള്ള സേവനമാണ്. എല്ലാ മനുഷ്യനും ഒരേ ഏരിയയിലല്ല വിജയിക്കാനായിട്ട് സാധിക്കുക. ഓരോ മനുഷ്യനും അവൻ്റെതായിട്ടുള്ള ഏരിയാസിൽ കൂടെ വിജയിക്കാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് പ്രീ പ്രോഗ്രാംഡ് ഇൻ ഹിസ് ഓർ ഹെർ ബ്രെയിൻ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയതായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം. മനഃശാസ്ത്രത്തിന് മാത്രം നമ്മളെ രക്ഷിക്കാൻ കഴിയുകയില്ല എന്ന് പിന്നീടുള്ള അവസരങ്ങളിൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഒരു നിരീശ്വരവാദയ്ക്കോ അല്ലെങ്കിൽ ഒരു ലോജിക്ക് കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാൾക്കോ ജീവിതത്തിന്റെ ഉന്നതമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല എന്നുള്ളത് പിന്നീടുള്ള അവസ്ഥയിൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് വി നീഡ് ഹോളിസ്റ്റിക് അപ്രോച്ച്. നമുക്ക് എല്ലാം ആവശ്യമാണ്. നമുക്ക് മനഃശാസ്ത്രം ആവശ്യമാണ്, നമുക്ക് സയൻസ് ആവശ്യമാണ്, നമുക്ക് മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യങ്ങൾ ആവശ്യമാണ്, നമുക്ക് മെച്ചപ്പെട്ട മാനസിക സാഹചര്യങ്ങൾ ആവശ്യമാണ്, മെച്ചപ്പെട്ട ഇമോഷണൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഇമോഷൻ നമുക്ക് ആവശ്യമാണ്, മെച്ചപ്പെട്ടതായിട്ടുള്ള ആത്മീയമായിട്ടുള്ള അവസ്ഥകൾ, ആത്മീയ ഊർജത്തിന്റെ നിറവ് നമ്മുടെ ശരീരത്തിലും അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന് ചുറ്റും നമ്മളാകുന്നതായിട്ടുള്ള ഈ ഒരു സംഗതിക്ക് ചുറ്റും ആവശ്യമാണ്. കേവലം ഒരു മനുഷ്യൻ എന്ന് പറയുന്ന സമയത്ത് ഭൗതികമായിട്ടുള്ള രൂപം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഒരു എനർജി രൂപവും കൂടി അതിന് പിന്നിലുണ്ട്, ഒരു ബ്ലൂ പ്രിന്റും കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദർ ഈസ് നത്തിങ് വിത്തൗട്ട് എ പ്ലാൻ എന്ന് പറയാനായിട്ട് സാധിക്കും. ഒരു കോസിന് ഒരു എഫക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഫോർ ഈച്ച് ആൻഡ് എവറി എഫക്റ്റ് നമുക്കൊരു കോസ് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. എല്ലാം പരസ്പര പൂരകങ്ങളായിട്ട് വർത്തിക്കുന്ന ഈ ഒരു പ്രപഞ്ചത്തിൽ നമ്മുടെ ഉള്ളിലെ ആത്മീയ അംശത്തിനെ തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളതും അത് മറ്റുള്ളവരിലേക്ക് പകരുക എന്നുള്ളതും ഏറ്റവും വിജയകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഒരുപാട് ആളുകൾ ഇപ്പോൾ സംസാരിക്കുന്നത് കാണുന്ന സമയത്താണ്. ആത്മഹത്യയുടെ വക്കിൽ നിന്ന ആളുകൾ പോലും അതിൽ നിന്ന് മാറി ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് നമ്മുടെ സംസാരം മാത്രം സാധിച്ചു എന്നുണ്ടെങ്കിൽ, അത് ഹെൽപ്പ് ചെയ്തു എന്നുണ്ടെങ്കിൽ മഹത്തരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയാണ്. തിരിച്ചടികൾ ഓരോ ഘട്ടങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരുന്നിട്ടുണ്ട്. ആ ഘട്ടങ്ങളെയൊക്കെ എങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചോ, ഓവർവെൽംഡ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നതിനപ്പുറത്തേക്ക് മുടിനാരിഴയ്ക്ക് എങ്ങനെ നമ്മളെ തന്നെ നിയന്ത്രിച്ചു നിർത്താനായിട്ട് സാധിച്ചോ, അങ്ങനെയുള്ള അവസരത്തിലാണ് നമുക്ക് ഒരു പടിയിൽ നിന്ന് അടുത്ത പടിയിലേക്ക് കയറാനായിട്ട് സാധിക്കുന്നത്. സങ്കുചിതമായിട്ടുള്ള മനോഭാവം ഭൂരിഭാഗം പേർക്കും ഉണ്ടാകാൻ വേണ്ടി പല രീതിയിലുള്ള മതരാഷ്ട്രീയ സിസ്റ്റങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഓപ്പൺ മൈൻഡ് ആയിട്ട് നിന്നുകൊണ്ട് മതത്തിന്റെ ആവശ്യകത അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ചിന്തകളെ വെടിഞ്ഞുകൊണ്ട് ആത്മീയതയുടെ അനന്തതയിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് നിങ്ങൾ ദൈവം എന്ന് പറയുന്ന ശക്തിക്ക് പ്രീതിപ്പെട്ടവനായിട്ട് മാറുന്നത് അല്ലെങ്കിൽ പ്രീതിപ്പെട്ടവളായിട്ട് മാറുന്നത്. ദൈവം എന്ന് പറയുന്ന ശക്തി ഏതെങ്കിലും ഒരു മതം പറഞ്ഞതുപോലെ അതുപോലെ മാത്രമുള്ള ഒരു സംഗതിയല്ല. ദൈവം എന്ന് പറയുന്ന ശക്തി എല്ലാ മതങ്ങൾക്കും അതീതമായിട്ടുള്ള ഒരു ശക്തിയാണ്. ഏതെങ്കിലും ഒരു ദൈവദൂതനോ അല്ലെങ്കിൽ ഒരു ഗുരുവോ ഒരു പ്രവാചകനോ പറഞ്ഞതുപോലെ തന്നെയാണ് ദൈവം, അല്ലെങ്കിൽ അങ്ങനെ ആരാധിച്ചാൽ മാത്രമേ ദൈവത്തിന് പ്രീതി ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ കേൾക്കുന്നത് ഏറ്റവും വലിയ വിശ്വവിഖ്യാതമായിട്ടുള്ള മണ്ടത്തരങ്ങളായിട്ട് നമ്മൾ എഴുതി തള്ളേണ്ടതായിട്ടുള്ള സമയത്താണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. ഇങ്ങനെ ആയിരിക്കുന്ന സമയത്താണ് ന്യൂ ഏജ് സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ആത്മീയതയിലേക്ക് എൻ്റർ ചെയ്ത സമയത്ത് തന്നെ കണ്ടതായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇത് അതിന്റെ കൃത്യമായിട്ടുള്ള രൂപത്തിലാണ് ലോകത്തിൽ എല്ലായിടത്തും നടക്കുന്നത് എന്ന് പറയുന്നില്ല. വി ആർ നോട്ട് എ പാർട്ട് ഓഫ് എനി മൂവ്മെന്റ്. നമ്മളൊരു മൂവ്മെന്റിന്റെയും ഭാഗമല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാത്തിന്റെയും മീതെയുള്ള ചില ആശയങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇതിലെയൊക്കെ നല്ലതിനെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഇനിയുള്ള കാലത്തിന് നമുക്ക് മതങ്ങളെക്കാൾ ഉപരി ആത്മീയതയിൽ ശാന്തിയും സമാധാനവും കണ്ടെത്തുന്ന മനുഷ്യന്മാരെയാണ് നമുക്ക് ആവശ്യം. പരസ്പര സഹകരണത്തോടു കൂടി പോകുന്ന വ്യക്തികളെയാണ് ആവശ്യം. ഭൗതികമായിട്ടും ആത്മീയമായിട്ടും മെച്ചപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ ബോധത്തിനെ ഉയർത്തിക്കൊണ്ട്, നമ്മുടെ കുണ്ടലിനി ശക്തി ഉയർത്തിക്കൊണ്ട്, നമ്മളുടെ ഓറയെ ശക്തിപ്പെടുത്തിക്കൊണ്ട്, നമ്മളുടെ സ്പിരിച്വൽ എനർജിയെ കൂടുതൽ പവർഫുൾ ആക്കിക്കൊണ്ട് ജ്ഞാനോദയത്തിലേക്കും അല്ലെങ്കിൽ ജീവിതത്തിന്റെ കർമ്മ പൂർത്തീകരണത്തിലേക്കും നമുക്ക് പോകാനായിട്ട് സാധിക്കട്ടെ, ഉന്നതമായിട്ടുള്ള വിജയത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തുടരാനിരിക്കുന്നതായിട്ടുള്ള ഈ ഒരു ആത്മീയ അനുഭവങ്ങളുടെ ഒന്നാമത്തെ ഭാഗം താൽക്കാലികമായിട്ട് ഇവിടെ നിർത്തുകയാണ്. അടുത്ത ഭാഗവുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതിനിടയിൽ മറ്റു പല കാര്യങ്ങളും സംസാരിക്കും. എല്ലാവരും അവരുടെ അനുഭവങ്ങളും അറിവുകളും പങ്കുവെക്കട്ടെ എന്നും ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുകയാണ് തൽക്കാലത്തേക്ക്. നമസ്തേ.